സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നമ്മുടെ സഖാവിനെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുവാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയുടെ കാര്യമായ വികസനമൊന്നും ഈ പ്രദേശത്ത് നടന്നിട്ടില്ല. MLA എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ കാലത്തന്നെ നടക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിനകം തന്നെ മാതൃക കാണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ആരോഗ്യ രംഗത്തായിരുന്നാലും തൊഴിലില്ലായ്മ പരിഹാരം കാണുന്നതിൻ്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ എല്ലാ രംഗങ്ങളിലും വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് മതേതരത്വവും മതസൗഹാർദ്ദവും ഭരണഘടന ഉള്ള മുൻഗണന കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമൊക്കെ തന്നെ നടന്നതിന് വേണ്ടി നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും കൊണ്ട് ഈ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള സംസ്ഥാനതല ട്രാക്ക് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2025 അണ്ടർ 14 IP വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അമിത് ദേവനെ ആദരിക്കുന്നതിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. അമിത് ദേവ്. കഴിഞ്ഞ തവണ പൊന്നുമംഗലം വാർഡ് LDF പരാജയപ്പെട്ടത് BJP സ്പോൺസർ ചെയ്ത സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് UDF വേണ്ടി ഈ വാർഡിൽ മത്സരിച്ചത്. 1600 വോട്ട് നേടി. അത് BJPയുടെ വിജയത്തിന് കാരണമായി തീർന്നു. എന്ന് പറഞ്ഞാൽ കൈക്കുമ്പിളിൽ താമര വിരിഞ്ഞു. അതാണ് കഴിഞ്ഞ തവണ ഇവിടെ ഉണ്ടായത്. ഈ കൺവെൻഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ ഈ പൊന്നുമംഗലം വാർഡിൽ ഒരു വികസന പ്രവർത്തനം കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, നിലവിൽ സഞ്ചാരയോഗ്യമായിരുന്ന റോഡുകളെല്ലാം ഇപ്പോഴത്തെ സ്ഥിതി കുണ്ടും കുഴികളായി സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച കുളങ്ങളെല്ലാം ഭാഗമായി പൊന്നുമംഗലം വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കേണ്ട BJP